ഉഷാർ ഉഷാർ വാ 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 വാ. എന്നെ പരിപാടി ആശാനെ കാണിച്ചത് ഒന്ന് പറഞ്ഞിട്ട് ചവിട്ടിക്കൂടായിരുന്നു. പാടില്ല. കുസ്തയിൽ മെയ് കണ്ണാകണമെന്നാണ് ചൊല്ല്. ഓഹോ ദേഹം തന്നാൽ എന്റെ സ്വഭാവം മാറങ്ങട്ടോ. സാരമില്ല സാരമില്ല. ദേഹം നോവാതെ കുസ്തി പഠിക്കാൻ പറ്റുമെന്നാണോ വിചാരം? കുസ്തയിൽ എപ്പോഴും പ്രതീക്ഷിച്ചിരിക്കാതെ ആയിരിക്കും ആക്രമണം. ഇതുപോലെ അച്ഛാതെ കളി വേറെ കാര്യം വേറെ. ദേഹം നിന്ന് എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഉണ്ണികൃഷ്ണ സി ഐ ഡി എനിക്ക് സി ഐ ഡി അവിടെ ഒരു കുന്തമാവണ്ട. ഉണ്ണികൃഷ്ണ കോപിക്കാതെ വരൂ. നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഉണ്ണികൃഷ്ണ പഠിക്കാതിരുന്നാൽ എങ്ങനെയാണ് സി ഐ ഡി ആവുന്നത്? അങ്ങനെ പറഞ്ഞു കൊടുക്കണ നീർക്കോലി. നിങ്ങളിപ്പോൾ കണ്ടത് കടകങ്ങൾ. ഇനി കാണാൻ പോകുന്നത് ഹെവി പഞ്ചസ്. അതെനിക്ക് കുസ്തി പഠിക്കണ്ട. അതെനിക്ക് മേല് നോവുന്ന അതെനിക്ക് അടിക്കരുതല്ലേ. അതെനിക്ക് ഭ്രാന്ത് പിടിക്കും. അതെനിക്ക് അടിക്കരുത്. എനിക്ക് കുസ്തി പഠിക്കണ്ടെന്ന് പറഞ്ഞില്ലേ. നോക്ക്, ഇങ്ങനെയാണ് ഒരുത്തനെ തോപ്പിക്കുന്നത്. കനത്ത കുസ്തി. എന്താ കാണിക്കണേ? ആശാനല്ലേ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് നമ്മളായിട്ട് തടയണ്ട. അടിക്കട്ടെ ഉണ്ണികൃഷ്ണ തല്ലല്ലേ. ഉണ്ണികൃഷ്ണ കുരുത്തക്കേട് കാണിക്കല്ലേ. ആശാനെ തല്ലു ആരെങ്കിലും. നീ കുസ്തി പഠിച്ചിട്ടുണ്ട്. അടിക്കല്ലേ അടിക്കല്ലേ അടിക്കേ. ഉണ്ണികൃഷ്ണ ഉണ്ണികൃഷ്ണ ഞാനാ പറഞ്ഞ അടിക്കല്ലേ. ഉണ്ണികൃഷ്ണ ഞാനാ പറഞ്ഞ അടിക്കല്ലേ. ഉണ്ണികൃഷ്ണ ആശാനെ തല്ലരുത്. ആശാൻ പറ അച്ഛൻ പറ. അച്ഛനല്ലേ ഇടപെടരുത്. പരിശീലനത്തെ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാൽ മതി. അതാണ് ഞാനും പറഞ്ഞു. ശിഷ്യനിൽ നിന്നൊരാക്രമണം ഞാൻ പ്രതീക്ഷിച്ചില്ല. അവൻ അങ്ങനെയാ. ദേഹം നൊന്താ പിന്നെ ഈറ്റപ്പുലിയ. സാരമില്ല, ഇത് ഞാൻ പാത്രം അറിഞ്ഞ് വിളമ്പിക്കോളാം. എന്താണ് പറഞ്ഞത്? അച്ഛനെ സ്പെല്ലിംഗ് പഠിക്കായിരുന്നു. PODDA പോടാ. PODDA പോടാ. ഓ അത് ശരി. നമുക്കിത് വല്ലതും അറിയൂ. ഇങ്ങനെയാണോ കിഴി പിടിക്കുന്നേ? ഇനി ഉണ്ടോ ഞാൻ പിടിക്കാം. ഇടി കൊണ്ട് തളർന്ന് കിടക്കില്ലേ. ചൂടണ്ട പറയണേ. വായി നോക്കി ഞാൻ സൂപ്പിക്കാം. ഇപ്പോൾ എന്ത് കാണുന്നു? തോക്ക്. അതല്ല ചോദിച്ചത്. തോക്കിലൂടെ എന്ത് കാണുന്നു? ഒന്നും കാണുന്നില്ല. ഒരു മൂടില്ല ആശാനെ. ഇന്നലെ ദേഹം നൊന്നപ്പോ ഞാൻ അറിയാതെ. അതൊന്നും സാരമില്ല. ഇനി എങ്ങനെ ആവർത്തിക്കാതിരുന്നാ മതി. ഇപ്പോൾ ഇത് ശ്രദ്ധിക്കൂ. തോക്കെടുക്കൂ. നേരെ പിടിക്കേ. ഇങ്ങനെ. ഇപ്പോൾ എന്ത് കാണുന്നു? മരങ്ങൾക്കിടയിലൂടെ ആകാശം കാണുന്നു. കാഞ്ചി വലിക്കട്ടെ. ആകാശത്തേക്ക് വിടുവെച്ചാൽ ഇതെന്നാ പോലീസ് വെടിവെപ്പ് വെച്ചാണോ? തത്തയെ കാണുന്നില്ലേ? ഇല്ല. തത്തയുടെ കണ്ണ് കാണുന്നില്ലേ? ഇല്ല. ഓഹോ, ആശാൻ മഹാഭാരതത്തിലെ ദ്രോണാചാര്യ കളിക്കുകയാണല്ലേ. ഈ വിവരം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അർജുൻ ഉത്തരം കൊടുത്ത പോലെ ഞാനും തന്നല്ലോ. ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിനറാണ് മിസ്റ്റർ ദ്രോണാചാര്യം. ഞങ്ങളൊക്കെ അദ്ദേഹത്തെയാണ് ഫോളോ ചെയ്യുന്നത്. ഒരു കാര്യം ചെയ്യും. തത്തയുടെ ഒരു കണ്ണ് ആശാൻ ആദ്യം വെടിവെച്ച് പൊട്ടിക്ക്. അടുത്ത കണ്ണ് ഞാനും പൊട്ടിക്കാം. അത് വേണോ? ആശാൻ ഒന്ന് കാണിച്ചു കൊടുക്ക്. എന്നാലേ അവന് പഠിക്കാൻ പറ്റൂ. എന്തിനാ പേടിക്കുന്നത്? ആശാന് പിഴച്ചാൽ ഏത്തമില്ലല്ലോ. എനിക്ക് പിഴയ്ക്കുമെന്ന് നിന്നോട് ആര് പറഞ്ഞു? അല്ല, ഉണ്ണിയെ കണ്ടാൽ അറിയാലോ. ഊരിലെ പഞ്ഞം. ഏത് കണ്ടാ പൊട്ടിക്കേണ്ടത്? ഇടതോ വലതോ? ആശാൻ ഇഷ്ടമുള്ളത് പൊട്ടിച്ചോ. ആശാന് പഴിച്ചു. ഓ അയ്യോ, ഈ നാശം പിടിച്ച ഒരു കാറ്റ്. കാറ്റത്താരും വെടിവെക്കത്തില്ലേ? ഇത് നോക്കിക്കോ. അവരൊരാടിനെയും കൊണ്ടാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. എന്താ കാര്യം? ആശാൻ വെടിവെച്ചപ്പോ ഒരു ആടിന്റെ കരച്ചിൽ കേട്ടായിരുന്നു. ആ, അത് തന്നെ കാര്യം. ചക്കിന് വെച്ചത് കൊക്കിനാ കൊണ്ടത്. പപ്പുണ്ണേട്ടൻ അന്നേ പറഞ്ഞതാ.
ഈ പഞ്ചായത്ത് കുളം കോരരുതെന്ന്. ഇന്നൊരു ആടിനെ കൊന്നു, നാളെ ഒരു മനുഷ്യനെ കൊല്ലില്ല എന്ന് എങ്ങനെ അറിയാം? 5 ഇടങ്ങഴി കറക്കുന്ന ആടായിരുന്നു എന്റെയും കുഞ്ഞുങ്ങളുടെയും കഞ്ഞിവിടെ മുട്ടിച്ചല്ലട കാലമാടാ. നീ കുണം പിടിക്കത്തില്ലടാ, അവന്റെ കള്ള നോട്ടം കണ്ടില്ലേ? മരത്തിന്റെ മണ്ടയിലോട്ടാണല്ലോ ഋഷികേശനാര് വെടിവെച്ചത്. അതങ്ങനെ നിലത്ത് നിന്ന് ആടിന് കൊണ്ടു. ആടിനെ ഉന്നം വെച്ചാ മതിയായിരുന്നു, എനിക്ക് തത്തയ്ക്ക് കൊണ്ടേനെ. പോക്കൃതം കാണിച്ചിട്ട് നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? ഇനി ഇവന് വച്ചോണ്ടിരുന്ന ശരിയാവത്തില്ല. അടിക്കുന്നതാ. ഉണ്ണികൃഷ്ണൻ ശ്രദ്ധിച്ചോളൂ. തീപ്പെട്ടിക്കുള്ളി ഇങ്ങനെ വെച്ചിട്ട് തള്ളവിരലെ കൊണ്ട് നന്നായി അമർത്തി പിടിക്കണം. ഇത് പഠിപ്പിക്കാനാണ് ഈ പാതിരാത്രിയിൽ വായിച്ചോണ്ട് എന്നെ പിടിച്ച് പുറത്തിറക്കിയത്. ഈ പഞ്ചായത്തിലെ പീക്കിരി പിള്ളേർക്ക് പോലും അറിയാവുന്ന വിദ്യത്. ഒരു വിദ്യയും കണ്ണുമടിച്ചങ്ങനെ നിന്നിക്കരുത്. വല്ലഭന് പുല്ലുമായുധമെന്ന് പറയുന്നത് പോലെ ഒരു CIDക്ക് വിജയം കൈവരിക്കാൻ ചിലപ്പോ ഒരു തീപ്പെട്ടിക്കൊള്ളിയുടെ സഹായം വേണ്ടി വരും. ദേ അവിടെ അവിടെ അതെ അതെ, അവിടെ. ഈ വിദ്യ എല്ലാവർക്കും അറിയാമായിരിക്കും. പക്ഷേ പറയുന്ന സ്ഥാനത്ത് കൃത്യമായി തെറിച്ചു കൊള്ളിക്കണം. അതിന് പറ്റുമോ? എഴുതാപ്പുറം വായിക്കാതെ ആശാൻ പറയുന്നത് കേട്ട് പഠിക്കണ്ടേ ഉണ്ണി? അച്ഛന് വയസ്സായെങ്കിലും വിവരമുണ്ട്. നോക്കൂ, ആ തെങ്ങിൻ ചുവട്ടിൽ കിടക്കുന്ന കടലാസാണ് എന്റെ ലക്ഷ്യം. ഇവിടെ നിന്നുകൊണ്ട് ഞാനത് കത്തിച്ച് കാണിച്ചു തരാം. 1 2 3. കലക്കൻ ഉന്ന ആശാനെ. അപ്പുറത്തെ പപ്പനാവന്റെ പറമ്പിലേക്കാ പോയത്. ഇനി അവിടെ തീ പിടിക്കുവോ? നീ ആ കരുനാക്കൊണ്ടൊന്നും മിണ്ടാതിരിക്കും പത്മം. എന്തുകൊണ്ടാണ് ഉന്നം തെറ്റിയതെന്ന് ഞാൻ വിശദമാക്കി തരാം. തെറ്റ് ആദ്യം പഠിപ്പിച്ചിട്ട് പിന്നെ ശരി പഠിപ്പിക്കുക. അതാണ് എന്റെ ഒരു രീതി. തിയറി ഒന്നും പഠിച്ചോണ്ട് ഇപ്പൊ സമയമില്ല എന്റെ ആശാനെ. ആ തീപ്പെട്ടി കൊടുത്താ ലക്ഷ്യസ്ഥാനത്ത് എങ്ങനെ കൊള്ളിക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. എന്നാലത് കാണിക്ക്. ആദ്യമായി കൊള്ളിയെടുത്ത് തള്ളവരൽ കൂട്ടകൻ അമർത്തി പിടിക്കുക. എന്നിട്ട് എന്റെ മുത്തപ്പ, ഋഷികേശൻ നായർ എറിഞ്ഞ കൊള്ളി പത്മനാഭന്റെ വൈക്കത്തുറവിലാണല്ലോ ചെന്ന് വീണത്. നാട്ടുകാരോട് നമ്മളിനി എന്ത് സമാധാനം പറയാൻ എന്റെ ഉണ്ണികൃഷ്ണ? ആ തീയുടെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണോ അതോ മന്ത്രിമാരെ നിഷേധിക്കണോ? എന്തിനും ഞാൻ തയ്യാർ. ഏറ്റെടുത്ത കുഴപ്പം എന്താ? ശാസ്ത്രീയമായിട്ട് അടിവശമില്ലാത്ത വെറും കർഷക തൊഴിലാളികൾ അവര്. ഇടിക്കൊരു മയം ഉണ്ടാവില്ല. അയ്യോ, എന്നാ അത് വേണ്ട, നിഷേധിക്കാം. പെരയിലോട്ട് തീ പിടിക്കുന്നതിന് മുമ്പ് ചെന്ന് കെടുത്താൻ നോക്ക്. ഞാൻ ഒറ്റയ്ക്കോ? ഉണ്ണി ഇവിടെ വാ. നീയും കൂടെ നോടി ചെല്ലേണ്ട ഉണ്ണികൃഷ്ണ. തീപ്പെട്ടിക്കൊള്ളിക്ക് ശക്തിയാണെന്ന് ഇപ്പൊ മനസ്സിലായി. ഓ ഗണപതിക്ക് വെച്ചതിന്റെ കാക്ക കൊണ്ടുപോയില്ല. யார் நீ ஏன் வந்தேன் எதுக்கு வந்தேன் என்ன பார்க்க வந்தேன் சொல்லடா சொல் சொல் சொல். കടുവയെ പിടിച്ച് കിടുവാന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ നേരിൽ കണ്ടു. അറിയാവുന്ന തമിഴ് വെച്ച് കാച്ചിക്കോ. ഉള്ള പോണം, അമ്മ പാക്കണം. എതുക്ക്? രക്തം, കഫം, മലം, മൂത്രം, ചൊറി, ചെരങ്ങ, പുഴുക്കടി, അപസ്മാരം, ആസ്മ, ആണരോഗം, മന്ദ, ഗ്യാസ് ട്രബിൾ, ധാതുക്ഷയം, ബലക്ഷയം ഇമാതിരി എല്ലാവിധ പൈറ്റത്തുക്കും പറ്റുന്ന ഒത്തമൂലി ഇരിക്കും സാർ. ഓ, അപ്പൊ മൊബൈൽ മെഡിക്കൽ കോളേജാണല്ലേ? ഇവിടുത്തെ അമ്മാവക്ക് ഇന്തമാതിരി അസുഖങ്ങളൊക്കെ ഇരിക്കുന്ന ആര് പറഞ്ഞു? ഉള്ള വിടുങ്കോ, തിരുമ്പി വരുമ്പോൾ ഞാൻ உங்களுக்கு എയ്ഡ്സ് മരുന്ന് ഫ്രീ ആയിട്ട് തരും. മെലിയാതിരിക്കാനുള്ള മരുന്നുണ്ടോ തന്റെ? ഇരിക്കും സാർ. എങ്കിൽ അത് കുറച്ചെടുത്ത് ഇവന് കൊടുക്ക്. ആദ്യം എന്റെ മെലിച്ചിനെ മാറ്റും, എന്നിട്ട് എന്റെ എയ്ഡ്സ് മാറ്റാം. കോപിക്കതയ്യ, കൊഞ്ചം ഉള്ള വിടുക. വിടമാട്ടൻ. പരിചയമില്ലാത്ത ആരെ അകത്തോട്ട് കയറ്റി വിടരുന്ന സാറ് പറഞ്ഞിരിക്കുന്നത്. ലാടന്റെയും കോടാങ്കിയുടെയും ഒക്കെ വേഷത്തിൽ കള്ളന്മാരും പിള്ളേരെ പിടുത്തക്കാരും ഇറങ്ങിയിരിക്കുന്ന കാലമായത്. സാർ, അപ്പടി ഒന്നും சொல்லாதீங்க. நாங்க வந்து ஒரிஜினல் ലാഡേഴ്സ്. സർട്ടിഫിക്കറ്റ് இருக்கா? ഒറിജിനൽ ലാടനാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റോട്ട് വാ, എന്ന അകത്തേക്ക് വിടുന്ന കാര്യം പരിഗണിക്കാം. അരുന്ധതി നായർ. നാങ്ക വരട്ടുമാ? വരണ്ടാന്നല്ലേ പറഞ്ഞു ഇത്ര നേരം? ഞാങ്ക പോട്ടുമാ? എന്നാ ഇറങ്ങി പോടോ. ഇതാര കള്ള കാപ്പിരികൾ ഇവരിത്ര പെട്ടെന്ന് അങ്ങോട്ട് പോയി? കളിക്കാൻ അങ്ങോട്ട് മാറിയില്ല മനുഷ്യ. സോറി, ഞാൻ എന്തോ ആലോചനയിലാണ്ട് പോയി. തോട്ടക്കാരൻ എന്തിനാ ആവശ്യമില്ലാതെ ആലോചിക്കുന്നത്? ഇതിനു മുമ്പ് വന്ന തോട്ടക്കാരനെ പറഞ്ഞു വിട്ടതേ ഈ ആലോചനയുടെ പേരില. അയ്യോ, എങ്ങോട്ട് പോകുന്നു? അതൊരു തോട്ടക്കാരൻ അറിയേണ്ട കാര്യമില്ല. കാലം അത്ര നല്ലതല്ല. അവിവാഹിതകളും സുന്ദരികളുമായ സ്ത്രീകളെ വശീകരിച്ച് വിദേശത്തേക്ക് കടത്താൻ ചില കള്ളന്മാർ വേഷം കെട്ടി ഇറങ്ങിയിട്ടുണ്ട്. കാരെ സൂക്ഷിക്കണം. അത് ഞാൻ നോക്കിക്കോളാം. സിറ്റൗട്ടി വെച്ചിരിക്കുന്ന ഇൻഡോർ പ്ലാന്റിന്റെ ഇലയ്ക്ക് ഒരു വാട്ടമുണ്ട്. വാര ഓടിച്ച് നിൽക്കാതെ ചെന്ന് അതിന്റെ വാട്ടം തീർക്കാൻ നോക്ക്. ചെല്ല്. ഏലക്കാരിയാ കൊച്ചമ്മയുടെ ഭാവം. തോട്ടക്കാരനോട് അവർക്ക് പുച്ഛമാണ്. സാരമില്ല, താഴെ വന്നല്ലേടി സമ്മാനം മേടിക്കാൻ നോക്കൂ.